വിചേട്ടാ നമസ്കാരം. നമസ്കാരം. വിചേട്ടാ, ബ്രിട്ടൻ നമ്മളെയൊക്കെ അടക്കി ഭരിച്ചിരുന്ന, ഇന്ത്യയെയും പല രാജ്യങ്ങളെയും കോളനിയാക്കി അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ ചുടുകാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല പല റിപ്പോർട്ടുകൾ ഓരോ ദിവസം പുറത്തു വരുന്നു. എന്നാലും ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ബ്രിട്ടനിലെ ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ ഗ്യാങ് റേപ്പുകളാണ് ബ്രിട്ടനിൽ ഏറെക്കുറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണെന്ന് ഒരു സംശയം വരും. അത് തന്നെ ആമുഖമായിട്ട് അത് പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞു പോവാം. എന്താണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ, എന്താണ് അവർ ചെയ്യുന്നത്? ഇത് ഇപ്പോ ബ്രിട്ടനിൽ ലൈം ലൈറ്റിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ എലോൺ മസ്ക്, അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ബ്രിട്ടീഷ് സർക്കാർ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന പാക് ഗ്യാങ്ങുകളെ അതിനെ വളർത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്, കെയർ സ്റ്റാർമർ ആണ് എന്നാണ് എലോൺ മസ്ക് പറഞ്ഞത്. പോരാത്തതിന് അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിസഭയിലുള്ള ജസ് ഫിലിപ്പീനെ ഇതേ തുടർന്ന് ജയിലിൽ അടയ്ക്കണം എന്ന് എലോൺ മസ്ക് പറഞ്ഞു. ഇതോടുകൂടി റുദർഹാം ഇൻസിഡന്റ്, റുദർഹാം ഗ്രൂമിംഗ് ഇൻസിഡന്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മസ്ക് തന്നെയാണ് അത് ലൈം ലൈറ്റിലോട്ട് കൊണ്ടുവന്നത്. എന്താണ് ഈ റുദർഹാം ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റുദർഹാം എന്ന് പറയുന്ന സൗത്ത് യോർക്ക്ഷയർ, വടക്കൻ ഇംഗ്ലണ്ടിലെ സൗത്ത് യോർക്ക്ഷയർ എന്ന് പറയുന്ന സ്ഥലത്ത്, പ്രവിശ്യയിൽ റുദർഹാം എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ കുടിയേറിയ പാക് വംശജരാണ് കൂടുതൽ താമസിക്കുന്നത്. പക്ഷെ അവർക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. 1990കളുടെ തുടക്കത്തിലും 1980കളുടെ അവസാനവും അവിടെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഈ പാകിസ്ഥാനി പുരുഷന്മാര് അവിടെ ഒരു ടാക്സി ഗ്രൂപ്പ് രൂപീകരിക്കുകയുണ്ടായി. ഈ ടാക്സി ഗ്രൂപ്പ് രൂപീകരിച്ച് ഇവര് കെയർ ഹോമുകളിലെത്തി കുട്ടികളെ ടാക്സിയിൽ കൂട്ടിക്കൊണ്ടുപോകും. ടാക്സിയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവരെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യും. അങ്ങനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന ഈ സംഭവം അനധികൃതമായിട്ട് ആണ് ഈ ടാക്സി ഡ്രൈവർ ഗ്രൂപ്പ് രൂപീകരിച്ചത് എന്ന് പിന്നീട് കണ്ടെത്തി. പോരാത്തതിന് ഈ ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത്. 2013-ലോ 14-ലോ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 1400 കുട്ടികളാണ് 1990 മുതൽ 2010 വരെ അവിടെ ഗ്യാങ് റേപ്പിന് ഇരയായിരിക്കുന്നത്. അതായത് ഈ പാക് പൗരന്മാർ ഇവരെ, പാക് കുടിയേറ്റക്കാർ ഇവരെ, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഗ്യാങ് റേപ്പിന് വിധേയമാക്കുകയാണ്. എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിൽ ഇപ്പോ ഇലോൺ മസ്ക് ഇത് എടുത്തിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കെയർ സ്റ്റാർമർ, അതായത് ഇപ്പോഴത്തെ ബ്രിട്ടനിലെ ഭരണാധികാരിയായിട്ടുള്ള കെയർ സ്റ്റാർമർ 2008 മുതൽ 2013 വരെ പബ്ലിക് പ്രോസിക്യൂഷൻസ് ഡയറക്ടറായിട്ട് അവിടെ ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്യുന്ന ആ സാഹചര്യത്തിൽ ഇയാളുടെ മുമ്പിലാണ് ഈ കേസുകളൊക്കെ വിചാരണയ്ക്ക് വന്നത്. അപ്പോൾ ഇയാള് പല കേസുകളും ഇട്ട് ഇഴയ്ക്കുകയും കാലാവധി നീട്ടുകയും ചെയ്തു എന്ന് ഒരു ആരോപണം അന്ന് മുതലേ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇയാൾ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഈ പാകിസ്ഥാൻ പൗരന്മാരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതൊരു ഇസ്ലാമോഫോബിയയുടെ പരിധിയിൽ വരില്ലേ എന്നൊക്കെ ഇയാൾ പറഞ്ഞ ആ ഒരു വിഷയമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ റുദർഹാം ഇൻസിഡന്റ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഈ ഗ്യാങ് റേപ്പ് ഒക്കെ ബ്രിട്ടനിൽ പൂർണ്ണമായിട്ടും ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് കുടിയേറ്റ ഭീകരത ബ്രിട്ടനെ അങ്ങേയറ്റം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ കൊടുത്തൊരു വിഷയമുണ്ട്. അതായത് ഒരു പാകിസ്ഥാനി പൗരൻ ബ്രിട്ടനിലേക്ക് കുടിയേറുന്നു. കുടിയേറി കഴിഞ്ഞ് ആ പാകിസ്ഥാനി പൗരൻ ഒരു കുട്ടിയെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു. ആ കുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പോലീസ് പിടിക്കുമ്പോൾ ഇയാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ പാകിസ്ഥാനി പൗരനാണ്, പാകിസ്ഥാൻ ഇതൊക്കെ ലീഗലാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ആ ഒരു വിഷ്വൽ അടക്കം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്, ഈ ബ്രിട്ടൻ എത്ര കാലം ഈ പുരോഗമന ബ്രിട്ടനായി നിലനിൽക്കാൻ സാധ്യതയുണ്ട്? ധനുഷ, ഈ ഏഹ്, ഈ ഒരു കേസ് ഇപ്പോ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ്, അതായത് അധികം നാളായിട്ടൊന്നുമില്ല, 2024 തുടക്കത്തില് ബ്രിട്ടനിൽ ഒരു വലിയ കലാപം നടന്നു. എന്തിനായിരുന്നു കലാപം? കുടിയേറ്റക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള കലാപം നടന്നു. ആ കലാപത്തിന്റെ കാരണം ലിവർപൂളിനടുത്ത ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത 10 വയസ്സിന് താഴെയുള്ള 3 പെൺകുട്ടികളെ ക്രൂരമായ രീതിയിൽ കുത്തിക്കൊലപ്പെടുത്തി. ഇതായിരുന്നു ആ കലാപത്തിന്റെ ഒരു പെട്ടെന്നുണ്ടായ റീസൺ. അത് കലാപം തുടങ്ങുവാനുണ്ടായ ഒരു റീസൺ. ഇതിന് സമാനമായിട്ട് ഞാൻ ഇന്ത്യയിലെ ഒരു കാര്യം കൂടെ പറയാം. ഒരു 2 മാസം മുമ്പ് ആസാമിൽ വലിയ രീതിയിൽ കലാപം നടക്കുകയും ബംഗ്ലാദേശി കച്ചവടക്കാരെ അടിച്ചോടിക്കുകയും അവരുടെ കച്ചവടം നിർത്തിക്കുകയും ചെയ്ത ഒരു വലിയ കലാപം നമ്മുടെ ഇന്ത്യയിൽ ഈ നടന്നു. എന്തിനായിരുന്നു ആ കലാപം? മിർ മുസ്ലിങ്ങൾക്കെതിരെ വന്ന ഒരു പ്രക്ഷോഭമാണോ? അല്ല, അവിടെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, ബംഗ്ലാദേശിൽ നിന്ന് വന്ന കച്ചവടക്കാർ. അവിടെ ഒരു ദിവസത്തിൽ ഒരു പെൺകുട്ടി വെച്ച് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരുടെ ആ ഒരു പീഡനത്തിന് ഇരയായി കൊല്ലപ്പെടുകയോ കേസ് ചാർജ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒടുവിൽ സഹികെട്ടാണ്, അത് ഒരു ദിവസം ഉണ്ടായ സംഭവമല്ല.
ഇത് ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ല. ഒരു സുപ്രഭാതത്തിലാണ് അസാമിൽ, അത് അധികങ്ങളായിട്ടില്ല, ഒരു 1-1.5 മാസമായി പറയുന്നു, വലിയ കലാ കാരണം അവിടുത്തെ കടകളും ഈ മത്സ്യക്കച്ചവടവും എല്ലാം നടത്തുന്ന ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ്. ആ കുടിയേറിയവരാണ് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു, ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നു, ഈ പ്രതിയെ പോലീസ് പിടിക്കാൻ ചെല്ലുമ്പോൾ ഈ പ്രതി ഓടി ഒരു കുളത്തിലേക്ക് ചാടുന്നു, അവിടെ വെച്ച് ഈ പ്രതി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പോലീസിന്റെ ഇനി എൻകൗണ്ടർ ആണോ അല്ലയോ എന്നറിയില്ല, ഏതായാലും കുളത്തിൽ വീണ് പ്രതി മരിക്കുകയാണ്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ലണ്ടനിലെ പുകയുന്ന ഒരു പ്രതിഷേധത്തിന് ഞാൻ കാണുന്നത്. കാരണം കുടിയേറി വന്നവര് ആ നാട്ടിലെ ഉള്ള കൊച്ചു പെൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിലേക്ക് അത് മാറുകയാണ്, ഒരു പ്രത്യേക രീതിയിലേക്ക് മാറുന്നു. ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ കടന്നുകയറ്റം, അത് പല രീതിയിലുള്ള കടന്നുകയറ്റമുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് കേരളത്തിലാണെങ്കിൽ പോലും പീഡനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇത് വേറൊരു തരത്തിലുള്ള പീഡനമാണ്, ഭീകരവാദികളുടെ പീഡനം, ഇല്ലെങ്കിൽ കടന്നു കയറുന്നവർ ചെയ്യുന്ന ഒരു പിടിച്ചടക്കലിന്റെ ഭാഗമാണെന്ന് നമ്മൾ ഇത് ഇറാഖിലെ യസീദികളുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. ഇറാഖിലെ ആ യസീദി പെൺകുട്ടികളൊക്കെ കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതി കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ കൃത്യമായി പിടിച്ചുകൊണ്ട് പോയിട്ട് മതപരിവർത്തനം ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ ഡ്രഗ് റാക്കറ്റിന്റെ ഭാഗമാക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ ഇത് കണക്ക് അവരുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുക. ഇതിനൊരു സമാനമായ സംഭവം ഇപ്പോ ധനുഷ് പറഞ്ഞത് ഈ വർഷം ആണെങ്കിൽ 1980-കളിലാണ്, 80 അവസാന കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അന്നു മുതൽ തന്നെ ഈ ഒരു പ്രതിഷേധം അവിടെ വലിയ രീതിയിലുണ്ട്. നമുക്കറിയാം, ലണ്ടൻ നഗരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഈ പാകിസ്ഥാനിൽ നിന്നും മറ്റും കുടിയേറിയവരുടെ കൈകളിലാണ്. ആ ഒരു ലണ്ടൻ നഗരം അവരുടെ കൈകളിൽ എത്തിയിട്ട് നാളുകളേറെയായി. 2016 മുതൽ ലണ്ടന്റെ മേയർ തന്നെ സാദിഖ് ഖാൻ എന്ന് പറയുന്ന ഒരു പാക് വംശജനാണ്. ലണ്ടന്റെ പല ഭാഗത്തും നടക്കുന്ന ശരിയാത്ത നിയമങ്ങളാണ്. പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്ക് അവിടെ ഈ കുടിയേറിയവർ അവരുടെ ആ ഒരു മതപരമായ രീതിയിലേക്കും ഭീകരമായ രീതിയിലേക്കും ആക്രമണ രീതിയിലേക്കും മാറി തുടങ്ങി. അങ്ങനെയാണ് 2009 അവിടെ ഒരു സംഘടന വന്നു, ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകൃതമാകും. ആ ഡിഫൻസ് ലീഗ് പിന്നീട് വലുതായിട്ട് കത്തി ജ്വലിച്ചു. അതായത് പ്രതിഷേധിക്കാൻ മാത്രം ഒരു സംഘടന, അതായത് ഈ അനീതികൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള സംഘടന. ഈ സംഘടനയുടെ ടോമി റോബിൻസൺ എന്ന് പറയുന്ന ഒരാളായിരുന്നു സംഘടനയുടെ നേതാവ്, ടോമി റോബിൻസൺ. ഈ ടോമി റോബിൻസൺ ഈ സംഘടന രൂപീകരിച്ച് വന്നപ്പോൾ ഈ ലണ്ടനിലുള്ള ബഹുഭൂരിപക്ഷം പേരും ഇയാൾക്കെതിരെ, ഈ ടോമിക്കെതിരെ ആയിരുന്നു തിരിഞ്ഞത്. അവർ പറഞ്ഞത്, എന്തിനാണ് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു രണ്ടായിട്ട് വേറുകൃത്യം കാണിക്കുന്നത്, നമ്മളെല്ലാം ഒന്നല്ലേ എന്ന രീതിയിലായിരുന്നു ആ സംഘടനയ്ക്ക് അധികം മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ കാലയളവിലൊക്കെ തന്നെ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു. പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന് സാധിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ആഭ്യന്തര യുദ്ധം അനിവാര്യമാണ് എന്ന് 2009 അദ്ദേഹം പറഞ്ഞു. 2009 അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബ്രിട്ടനിൽ ഒരു ആഭ്യന്തര യുദ്ധം അനിവാര്യമാണ്. അതിനുശേഷമാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ അക്രമം തുടർന്നു വന്നു. പല മേഖലയിലും തദ്ദേശീയരായ ബ്രിട്ടീഷുകാർക്ക്, പ്രത്യേകിച്ച് UK പൗരന്മാർക്ക്, അവിടുത്തെ ജനിച്ചു വളർന്നവർക്ക് പലയിടത്തും പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. അതായത് ഈ കുടിയേറ്റക്കാർ ഒരിടത്ത് എത്തുന്നു, അവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നു, അവരുടെ ഏരിയയാക്കി മാറ്റുന്നു. അവിടത്തേക്ക് മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല, ടാക്സി ഡ്രൈവർമാരാകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ടാക്സി ഓടിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത ഒരു ഏരിയ. അതായത് അവർ തന്നെ കരം പിരിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു പുതിയ പാർട്ടി രൂപീകൃതമാകുന്നത്, പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറയും. 2018 രൂപീകൃതമാണ്. ഈ പ്രോഗ്രസീവ് പാർട്ടി വന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് അവർ 5 സീറ്റ് നേടി. അത് ഒരു UK ചരിത്രത്തിൽ ആദ്യമാണ്. ഒന്നുകിൽ ലേബർ പാർട്ടി അല്ലെങ്കിൽ കൺസർവേറ്റീവ്, ലേബർ കൺസർവേറ്റീവ്, ഇതിനിടയിൽ വേറൊരു അതിനിടയിൽ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി കടന്നു വന്നത് ചരിത്രമില്ല. കടന്നു വന്നൊരു വലിയ ബൂമിങ് നടത്തുക ചരിത്രമില്ല. അന്ന് മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യം, എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിന്റെ തലക്കെട്ടിൽ എല്ലാ മാധ്യമങ്ങളും ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം ലേബർ പാർട്ടിയുടെ വിജയമല്ല, ഇല്ലെ കൺസർവേറ്റീവുകളുടെ പരാജയമല്ല അവിടെ കൊടുത്തത്. അവിടെ അവർ കൊടുത്തത് വരും കാലങ്ങളിൽ ബ്രിട്ടനിൽ ശക്തി പ്രാപിക്കാമെന്ന ഒരു പാർട്ടി പ്രോഗ്രസീവ് പാർട്ടിയാണെന്ന് ആണ് പറഞ്ഞത്. നമുക്കറിയാം, ലോകത്തെമ്പാടും വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ്, ഇന്ത്യയിലായാലും ലോകത്തായാലും. ആ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു രീതി ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രോഗ്രസീവ് പാർട്ടി രംഗത്തെത്തുന്നത്. ഈ പാർട്ടി രംഗത്തെത്തിയതിനു ശേഷമാണ് ഈ പ്രക്ഷോഭം, അതായത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് തുടങ്ങി വെച്ച ആ പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അവര് വന്നിരിക്കുന്നത് ഇലീഗലായിട്ടാണ്, അവർ ക്രൈം ഒരുപാട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, അവിടങ്ങളിലൊക്കെ ഈ കന്യാസ്ത്രീകളും മറ്റുമൊക്കെ ഈ സുവിശേഷത്തിന് പോകുമ്പോൾ അവരെ കത്തികൊണ്ട് കുത്തുന്ന വിഷ്വൽസ് ഒക്കെ ധാരാളമുണ്ട് UK തെരുവുകളിലൊക്കെ. ഇതേ ഒരു പ്രക്ഷോഭം ജർമ്മനിയിൽ നടക്കുന്നുണ്ട്,
ഫ്രാൻസിൽ നടക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടൻ വളരെ വൈകിയാണ് അത് നടന്നത് എന്നുള്ളതാണ്. അവസാനം ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുന്ന സമയത്താണ് അവിടെ ഈ കലാപമുണ്ട്. ആ കലാപത്തിന് കാരണമായത് ഈ ലിവർപൂളിൽ ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത 10 വയസ്സിന് താഴെയുള്ള 3 കുട്ടികൾ കത്തി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതിലെ ഒരു പ്രതി കുടിയേറ്റക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. അതാണ് ഈ കലാപത്തിന്റെ ഒരു തുടക്കമായി വരുന്നതാണ്. പിന്നീട് നാം കണ്ടതാണ് വലിയ രീതിയിൽ കുടിയേറ്റക്കാർക്ക് നേരെ നടന്ന ഒരു വലിയ അടിച്ചൊതുക്ക്, കടകൾക്ക് തീയിടുന്നു. ബ്രിട്ടനിലെ പോലീസിന് പോലും അത് ദിവസങ്ങളോളം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ബ്രിട്ടൻ ഇങ്ങനത്തെ ഒരു കലാപം കണ്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാപം തുടങ്ങി കഴിഞ്ഞാൽ 2-3 മണിക്കൂറിനകം പോലീസ് എത്തും. പോലീസിന് അറിയാം എന്ത് വേണം, ഈ കലാപം എങ്ങനെ തീർക്കണമെന്ന് അറിയാം. കാരണം നമുക്കത് പരിചിതമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എവിടെയായാലും ചെറിയൊരു കലാപം നടന്നാൽ അത് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ചെറിയ ഒരു ഇടത്തെ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് പോലും കഴിയും. പക്ഷെ ബ്രിട്ടനിൽ അത് കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അവർ അതിനെക്കുറിച്ച് ട്രെയിൻ ചെയ്യുന്നു. ഒരാഴ്ച ആകുമ്പോഴേക്കും കലാപം അവർക്ക് ശമിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള കലാപമായിരുന്നു. പക്ഷെ ആ കലാപം എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും, വൺ സൈഡ് കലാപമാണ്. ഒരിക്കലും ആയിരുന്നില്ല. വൺ സൈഡ് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടും അടിയുണ്ടായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ടും അടിയുണ്ടായിരുന്നു. അതൊരു സംഘടിത ശക്തിയായ അടി. അന്നാണ് ഒരുപക്ഷെ UK ജനങ്ങൾ ഇല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരന്മാർ മനസ്സിലാക്കുന്നത് ഇവർ നമ്മൾ വിചാരിച്ചതുപോലെ അശരണരല്ല, ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു ദയാവായ്പിൽ ഇവിടെ വന്ന് താമസിക്കുന്നവരല്ല, ഇവർ നമ്മളെക്കാൾ കൂടുതൽ കരുത്തരാണ് എന്ന് മാത്രമല്ല നാളെ കീഴ്പ്പെടുത്താൻ പോകുന്ന ശക്തികളാണ് എന്നുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രസീവ് പാർട്ടിക്ക് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത്. 12% അവിടുത്തെ വോട്ട് നേടാൻ കഴിഞ്ഞത്, ഈ സീറ്റ് നേടാൻ കഴിഞ്ഞതൊക്കെ. ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അവിടെ ഒരു ദേശീയ വികാരം ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടൻ ഇക്കാലം അത്രയും കൊണ്ടു നടന്നിരുന്ന ഒരു മതേതര മുഖമായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നവരാണ്, ഞങ്ങൾ എല്ലാവർക്കും തണലൊരുക്കുന്നവരാണ്. നമ്മുടെ ഇന്ത്യയിൽ പോലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ആദ്യം ചോസ് ചെയ്യുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് UK ആണ്. വിജയ് മല്യയൊക്കെ അവിടെ പോയി കിടന്ന് കാണിക്കുന്നത് അതുണ്ട്. അതുപോലെ തന്നെ വേറെ ഏത് രാജ്യത്തും ഇപ്പൊ പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ അഴിമതിയും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ മുങ്ങുന്ന സ്ഥലം നേരെ ബ്രിട്ടനാണ്. കാരണം അവിടുത്തെ ബാങ്കുകളിലാണ് ഇവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഇവർ ഭരിക്കുന്ന കാലത്ത് മുഴുവൻ അവിടുത്തെ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യും, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കുന്നു തങ്ങൾ, അങ്ങനെയാണ് എന്ന് കാണിച്ച ബ്രിട്ടനിൽ അടിവേരിളകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സാമ്പത്തികമായി തന്നെ അവർക്ക് വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പുകളിൽ ലേബർ പാർട്ടിക്കാണ് വിജയം കിട്ടിയെങ്കിലും കൺസർവേറ്റീവ് പാർട്ടി മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം എന്തായിരുന്നു? ഋഷി സുനക് മുൻപോട്ട് വെച്ച മുദ്രാവാക്യം എന്തായിരുന്നു? തങ്ങൾ അധികാരത്തിലേറിയാൽ കുടിയേറ്റം അതോടുകൂടി ഇല്ലാതാക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കുടിയേറ്റം ഇല്ലാതാകാനാണല്ലോ ഇവര് ബ്രെക്സിറ്റിൽ നിന്നൊക്കെ ഇവര് എക്സിറ്റ് ആയത്. എന്നിട്ട് പോലും ഇവർക്ക് ഈ ഒരു കുടിയേറ്റത്തെ തടയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണല്ലോ. അല്ലെ, കുടിയേറ്റമല്ല അവരുടെ പ്രശ്നം. ഇപ്പൊ ഈ കുടിയേറിയവർ കാണിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവരുടെ പ്രശ്നം. ഇവര് ഇതിൽ പറയും, ഇത് അമേരിക്കയിൽ ഇപ്പം ഈ കുടിയേറിയവരെ പുറത്താക്കുമെന്ന് പറയുന്നത് കുടിയേറിയവരെ എല്ലാവരും പുറത്താക്കുമെന്നല്ലല്ലോ പറയുന്നത്. അതിലുള്ള ക്രിമിനൽസ് ഉണ്ട്, ഇല്ലീഗലായിട്ട് വന്നവരുണ്ട്, അതായത് ഈ നുഴഞ്ഞു കയറിയവര്, ഇല്ലെങ്കിൽ കള്ളവണ്ടി അല്ല പാക്കപ്പൽ കയറി വന്നവര്, ഇല്ലെ മറ്റു രാജ്യങ്ങളിൽ വേറെ പല പേരുകൾ വന്ന് അങ്ങനെയുള്ളവരാണ് ഈ പ്രശ്നകാരികൾ എന്നാണ് ഇപ്പോൾ ഈ ജർമ്മനിയിലായാലും ഫ്രാൻസിലായാലും UK ഒക്കെ അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അങ്ങനെയുള്ള തെമ്മാടിക്കുട്ടങ്ങളെ വിടുക, അങ്ങനെയുള്ള ക്രിമിനൽസിനെ വിടുക. ട്രംപ് എന്താണ് പറഞ്ഞത്? കുടിയേറിയവനാണ് കൃത്യം ഇത് ചെയ്തതെങ്കിൽ അവന് വധശിക്ഷ നൽകുമെന്നാണ് പറയുന്നത്. ഒരു ക്രിമിനൽ കേസിൽ പെട്ടാൽ അവന് വധശിക്ഷ നൽകും. ഇവർ സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഓക്കെ. ഇപ്പൊ നമ്മുടെ മലയാളികൾക്കില്ലേ, UK ഒരുപാട് മലയാളികൾക്ക് അവിടുത്തെ പൗരത്വമുള്ള മലയാളികൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആ കുടിയേറിയവരെ പുറത്താക്കുമെന്നല്ല ഈ ഒരു കാര്യം പറയുന്നത്. കൺസർവേറ്റീവുകളും പറയുന്നത് അങ്ങനെയല്ല. ഒന്ന്, വലിയ രീതിയിലുള്ള കുടിയേറ്റം ഇനി അനുവദിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇല്ലീഗലായിട്ട് അവിടെ കഴിയുന്നവരെ പുറത്താക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ആ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് പോയി. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്രിട്ടനെയും ആസാമിനെയും ഒരുമിച്ച് താരതമ്യം ചെയ്തത്. ആസാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനത്തെ ഒരു ചെറിയ സ്റ്റേറ്റാണ്. അതിനെ ഞാൻ ബ്രിട്ടൻ പോലൊരു വലിയ രാജ്യത്തെ താരതമ്യം ചെയ്ത് രണ്ടിടത്തും നടന്നത് ഒരേ കാര്യമാണ്. ഒരിടത്ത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ് ചെയ്തതെങ്കിൽ മറ്റൊരിടത്ത് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും സമാനമായ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിചേട്ടാ, ഈ നമ്മുടെ രാജ്യത്തിന് ഈ കുടിയേറ്റം എന്നുള്ള ഒരു കാര്യം ഒരു വിഷയമുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല, നമുക്ക് അവരെ ഒഴിപ്പിക്കാനും അറിയാം, നമുക്ക് അവരെ ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇവരിവിടെ തലപൊക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരെയൊക്കെ അടിച്ചമർത്തി തിരിച്ചയക്കേണ്ടത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ട്, നമ്മുടെ ഭരണകൂടത്തിനുണ്ട്, നമ്മുടെ പോലീസിനുമുണ്ട്. ഈ യൂറോപ്പിന് ഇത് പുതിയൊരു അനുഭവമാണ്, ഈ കുടിയേറ്റം എന്ന് പറയുന്ന സാധനം. ഇവര് ഈ ഫലസ്തീനിൽ നിന്നായിരുന്നാലും ഈ മറ്റ് റോഹിംഗ്യൻ മുസ്ലിങ്ങളായിരുന്നാലും അങ്ങനെ പല ആൾക്കാരായിരുന്നാലും വെറും
മാനുഷിക പരിഗണനയുടെ പേരിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് മലേഷ്യയെ കുറിച്ചുള്ള ഒരു വാർത്ത. ഈ ഫലസ്തീനിൽ നിന്ന് ഒരു 176 പേര് അങ്ങോട്ടേക്ക് വന്നപ്പോൾ വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ അവരെ ഒന്ന് അകത്ത് കയറ്റിയതാണ്. ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്, ചികിത്സയ്ക്ക് വേണ്ടി അകത്ത് കയറ്റിയതാണ്. ഒരു 2 മാസം കഴിയുന്നതിന് മുമ്പേ ഹോസ്പിറ്റലിൽ അടക്കം കത്തിച്ചു കളഞ്ഞു അവര്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ ഈ യൂറോപ്പില് വരുന്ന ഈ കുടിയേറ്റക്കാർ ജർമ്മനിയിൽ മാത്രമല്ല, ഈ എല്ലായിടത്തും ഇത് പൊറുതിമുട്ടുന്ന ഒരു കാഴ്ച. ഇപ്പൊ നമ്മുടെ യൂറോപ്പില്, ബ്രിട്ടനിൽ മാത്രമല്ല, ജർമ്മനിയിൽ ഈ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായത് ചേട്ടൻ ഓർക്കുന്നുണ്ടല്ലോ. അതായത് ക്രിസ്മസിന്റെ തലേ ദിവസം ഒരു ട്രക്ക് ഇടിച്ച് കത്തിക്കുത്ത് ടെസ്ലയുടെ ട്രക്ക് കിടക്കുകയാണ് അവിടെ. ഇടിച്ച് ഒരു വലിയൊരു ആ ആ ട്രക്ക് ട്രക്ക് ഇടിച്ച് ഇടിച്ച് കയറ്റുക, കയറ്റി. കത്തിക്കുത്ത് നടത്തുക. ട്രക്ക് ഇടിച്ച് കയറ്റുക. അപ്പോഴ് AFD, ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടി, അവര് രൂക്ഷമായിട്ട് പ്രതികരിച്ചു, റാലി നടത്തി. ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അവര് രംഗത്തിറങ്ങി. ഇപ്പോ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ജർമ്മനിയിൽ. ഈ ജർമ്മനിയിലെ പല പ്രവിശ്യകളിലും ഇപ്പൊ AFDക്ക് കനത്ത മുൻതൂക്കമാണ് ഈ അഭിപ്രായ സർവേകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ജർമ്മനിയുടെ വിഷയം. നെതർലാൻഡ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നെതർലാൻഡ്സിൽ ഇനി കുടിയേറുന്ന ആൾക്കാരുടെ നിയമം കർശനമാക്കുകയാണ്. ഒരു വാടക വീട് പോലും അവർക്ക് അവിടെ കിട്ടാൻ പറ്റാത്ത രീതിയിൽ നിയമം കർശനമാക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ പ്രതിപക്ഷ പാർട്ടി ചോദിക്കുന്നുണ്ട്, മാനുഷികമായിട്ട് അവർക്ക് ഇത് കൊടുക്കണ്ടേ ഇത് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ ആദ്യം നോക്കാന്നാണ് അവിടെയുള്ള ഈ തീവ്ര വലതുപക്ഷ പാർട്ടി പറയുന്നത്. അവിടെ ഈ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. അങ്ങനെ ജർമ്മനിയിൽ. സ്വിറ്റ്സർലാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുടിയേറ്റക്കാർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് പോയി തരൂ, ഞങ്ങൾ അങ്ങോട്ട് പൈസ തരാം എന്നാണ് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ വേറെ പല രാജ്യങ്ങളുണ്ട്. ഈ ഡെൻമാർക്ക്, പിന്നെ ഡെൻമാർക്ക് പോരാത്തതിന് സ്വീഡൻ, അങ്ങനെയുള്ള ഈ മതമില്ലാത്ത ആൾക്കാരുടെ രാജ്യങ്ങളുണ്ട്. നമ്മളിവിടെ ഇന്ത്യയിൽ ഇരുന്ന് നമ്മുടെ ഇവിടെയുള്ള ഈ മതേതരന്മാർ വാദിക്കുന്ന ഒരു സംഭവമുണ്ട്. യൂറോപ്പിലേക്ക് നോക്കൂ, ഇവിടെ മതമില്ലാത്ത രാജ്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? മതമില്ലാത്ത രാജ്യങ്ങൾ എത്ര സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത്. ഉടനെ അവരൊക്കെ മതമുള്ളവരായിട്ട് മാറും. വെയിറ്റ് ആൻഡ് സീ, അത് വേറെ കാര്യം. ഉടനെ അവരൊക്കെ ബുർക്കയ്ക്കകത്ത് കയറും എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ അവരൊക്കെ ചെയ്യുന്നത്, സ്വീഡൻ അടക്കമുള്ളവർ ചെയ്യുന്നത്, ഇവരെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാനായിട്ട് ഇവര് റുവാണ്ട എന്ന് പറഞ്ഞൊരു ദ്വീപ് കണ്ടെത്തുകയാണ്. ആ ദ്വീപിലോട്ട് ഇവരെ ബോട്ടിലേക്ക് കയറ്റി വിടാനായിട്ട് പോവുകയാണ്. അപ്പൊ യൂറോപ്പിന്റെ നാശം അടുത്തിരിക്കുന്നു എന്നാണ് ഇത് കണ്ട് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ട്രംപ് അടക്കമുള്ളവർ കുടിയേറ്റക്കാർക്കെതിരെ രൂക്ഷമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് വരുന്ന കുഴപ്പം ഈ തീവ്ര വലതുപക്ഷ പാർട്ടികൾ എങ്ങനെയാണ് എല്ലായിടത്തും രൂപം കൊള്ളുന്നത്, ഇന്ത്യയിലായാലും വിദേശത്തായാലും രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ജനിച്ചു വളർന്ന് നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. നമ്മുടെ വഴി തടഞ്ഞ് മറ്റുള്ളവർ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വഴി തടഞ്ഞ് മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ വരുമ്പോഴാണ് അവന് അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടി വരുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ലണ്ടനിൽ, ഇപ്പൊ ജർമ്മനിയിൽ കണ്ടത്, ഫ്രാൻസിൽ നമ്മൾ അതാണ് കണ്ടത്, ഇറ്റലി നമ്മൾ അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ അതേ സമാധാനത്തിന്റെ നാടുകൾ എന്ന് പറഞ്ഞിരുന്നിടത്തൊക്കെയാണ് ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തുകൊണ്ട് ഇവർ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭരണഘടന അങ്ങനെയാണ്. അവരങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ അവരുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന പോലും അതിന്റെ ഒരു എന്താണ്, ഒരു ചെറിയ കോപ്പിയിലാണ് നമ്മൾ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോ പക്ഷെ നമ്മുടെ ഭരണഘടന കാലങ്ങളായിട്ട് നമ്മൾ മാറ്റി, നമ്മുടെ അപകടം നമ്മൾ കുറച്ചു. ഏറ്റവും ഒടുവിൽ പൗരത്വ ഭേദഗതി നിയമം കൂടെ വന്നു ഭരണഘടനയിൽ കഴിഞ്ഞപ്പോൾ അംബേദ്കർ ചെയ്തു വെച്ച അംബേദ്കറിന്റെ ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് തിരുത്താനുള്ള പ്രൊവിഷൻ കൂടെ അദ്ദേഹം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായിരുന്നു നമുക്കുള്ളത്. അത് മാത്രമല്ല, തിരുത്തി ഇപ്പൊ നമ്മൾ എവിടം വരെ എത്തി? ഇപ്പോഴത്തെ കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് പൗരത്വ ഭേദഗതി നിയമം കൂടെ കൊണ്ടുവന്നു, ഉള്ള വഴി കൂടെ അടച്ചു. ഇനി ഇവിടെ വരാൻ പറ്റില്ല കുടിയേറ്റക്കാരന്. വന്ന് നിൽക്കാൻ പറ്റും, തൽക്കാലമായിട്ടൊക്കെ വന്ന് നിൽക്കാം. ഇതിപ്പോ അഫ്ഗാൻ പൗരന്മാർ ഇവിടെ ഉണ്ട്, 16,000 സംതിങ് അഫ്ഗാൻ പൗരന്മാരുണ്ട്. അവരെ ഇപ്പൊ കയറ്റി വിടുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവർ വന്നപ്പോഴും നമ്മൾ എന്താണ് പറഞ്ഞത്? 6 മാസമോ 3 മാസമോ സമയം തരാം, അതിനകം വേറെ ഏതെങ്കിലും സ്ഥലം തപ്പി നോക്കണം കേട്ടോ, ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പം അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ എന്താണ്, അങ്ങനെയുള്ള പൗരന്മാരെ, കുടിയേറിയ പൗരന്മാരെ ഇടാൻ വേണ്ടി തടങ്കൽ പാളയം പണിത് കഴിഞ്ഞു ഓൾറെഡി. ആദ്യം ആസാം പണിതു, തൊട്ടു പിന്നാലെ നമ്മുടെ കേരളം പണിതു, തൃശ്ശൂര് അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു, കൊല്ലത്ത് അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അതില് 8 പേര് ആയിരുന്നു തൃശ്ശൂര് ഈ തടങ്കൽ പാളയത്തിൽ കിടന്നത്. അതില് നൈജീരിയയുടെ 4 പൗരന്മാരുണ്ടായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ വാർത്താ മാധ്യമങ്ങൾ കൊടുത്തത് വളരെ രസാവഹമായിട്ടാണ്. എന്താണ്, വിദേശ പൗരന്മാര് രേഖകളില്ലാത്തതിന്റെ പേരിൽ അവരുടെ വിശ്രമ കേന്ദ്രത്തിൽ അവരെ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ തടങ്കൽ പാളയത്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത് വിദേശ പൗരന്മാരുടെ വിശ്രമ കേന്ദ്രം. അത് വിശ്രമ കേന്ദ്രമല്ല, തടങ്കൽ പാളയം, ജയിലെന്നാണ് അതിന് പറയുന്നത്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്. ഗൾഫിൽ നമ്മുടെ എന്താണ് അക്കാമ, അപ്പൊ അതൊക്കെ അവിടെ വിസയും കാര്യങ്ങളും ഇല്ലാതെ അവരെ എവിടെ പിടിച്ചിരുന്നത്? ജയിലില്ല. അല്ലാതെ ഇന്ത്യക്കാരനെ അവിടുത്തെ വിശ്രമ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് ആരും നമ്മൾ എഴുതി കണ്ടിട്ടില്ല. ഇന്ത്യൻ പൗരന്മാർ സൗദി ജയിലിലാണ്, കാലാവധി കഴിഞ്ഞ വിസയും കാര്യങ്ങളായിട്ട് നിന്നുകൊണ്ടാണെന്നാണ്. പക്ഷെ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയല്ല എഴുതിയത്. തൃശ്ശൂരിൽ 8 വിദേശികളുണ്ട്, അവരുടെ വിദേശികളുടെ വിശ്രമ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റാർ ഹോട്ടലിലാണെന്ന്, അല്ല, ജയിലിൽ തന്നെയാണ്. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് നേരത്തെ നടപ്പാക്കേണ്ടിയിരുന്നു.
ഇല്ലായിരുന്നു എങ്കിൽ ബ്രിട്ടനേക്കാളും വലിയൊരു വിപത്ത. ഇന്നും നമ്മുടെ രാജ്യത്ത് 2.25 കോടിയോളം വരുന്ന ബംഗ്ലാദേശികളുണ്ട്. അതായത് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും വർക്ക് ചെയ്യുന്നവർ. ഒഫീഷ്യലായിട്ട് ചില കമ്പനികൾ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കൃത്യമായ രേഖയും നമ്മുടെയൊക്കെ ഈ പല സംസ്ഥാനങ്ങളിലും കമ്പനികളിൽ ലേബർമാരായിട്ടൊക്കെ ബംഗ്ലാദേശികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ കണക്കില്ലാത്തവരുമുണ്ട്. ഈ വരുന്നവരുടെ യാതൊരു കണക്കും ഇല്ലാത്തവരുമുണ്ട്. അതാണ് നമ്മളിപ്പോ ഏകദേശ കണക്ക്. ഇത് പാർലമെന്റിൽ പറഞ്ഞ കണക്കാണ്. 2.25 കോടി പേരുണ്ട്. അത് കിരൺ റിഡ്ജു പാർലമെന്റിൽ പറഞ്ഞ കണക്കാണ്. ഈ ഒരു കണക്ക് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് ഇത്രയും പേരോ ഇവിടെ നിന്ന്. ആകെ 10-18 കോടി ജനമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ 2 കോടി പേര് ഇവിടെ തന്നെയാണ്, ഇന്ത്യയിലാണുള്ളത്. അപ്പോ ഇപ്പൊ നമ്മുടെ ആസാമും മഹാരാഷ്ട്ര അടക്കം ഇപ്പൊ ഇവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ അങ്ങനെ പുറത്താക്കുന്നതിന്റെ പേരിൽ പ്രതിഷേധിച്ചിരുന്നു. മുമ്പ് SDP പോലുള്ള സംഘടനകളൊക്കെ ഈ പുറത്താക്കുന്നതിന് വലിയ കാഹളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നാട്ടുകാരോട് അങ്ങ് പിടിച്ചു കൊടുക്കും. ഇതാണ് ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെ പെട്ടെന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞ് പിടിച്ചു കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു. ഇതേ മാനസികാവസ്ഥയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരിപ്പോൾ നമ്മൾ ഒന്നല്ല, നമ്മൾ രണ്ടാണ് എന്ന് അവർ കാണാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ രണ്ടാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെയാണ് ചിലർ പറയുന്നത് ഇസ്ലാമോ ഹോബിയാണ്, അങ്ങനെ ഒരു ഭയപ്പെടുത്തലാണ് നടക്കുന്നത്. വെറുതെയാണ് ആ പറയുന്നത്. നമ്മൾ അവരെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഒരു ബംഗ്ലാദേശിയെ ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യയിൽ എവിടെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാണെന്ന് പറയില്ല. ഒന്നാണെന്ന് വാക്കുകൊണ്ട് പറഞ്ഞാലും മനസ്സിലുണ്ടാകും ഇവൻ എന്റെ ശത്രു രാജ്യത്താണ്, ഇവൻ എന്താണ് ഇവിടെ നടത്തുന്ന നീക്കമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ നാളെ ബംഗ്ലാദേശിൽ ചെന്നാലും ബംഗ്ലാദേശി പൗരന്മാർ അങ്ങനെയാണ് കണ്ടത് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് 1 മാസം മുമ്പ് ത്രിപുരയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയ ഒരു ബസ് ഈ ബംഗ്ലാദേശിൽ വെച്ച് തല്ലി തകർത്തു. ഒരു ബസ് സർവീസ് എല്ലാ ദിവസവും ത്രിപുരയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ബസ് സർവീസ് ഉള്ളതാണ്. ബംഗാളിൽ നിന്നുമുണ്ട്. അവിടെ ആ പോയ ബസ് അവിടെ തല്ലി തകർത്തു ഇന്ത്യക്കാരായതിന്റെ പേരിൽ. അപ്പം അങ്ങനെ ഒരു അകൽച്ച എപ്പോ വന്നു തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ പേരിലാണ് വന്നത്. അസാമിൽ എത്രയോ നാളുകളായിട്ട് ബംഗ്ലാദേശ്, ശരിക്കും പറഞ്ഞാൽ അസാമിലെ മുൻപ്, ഇപ്പോഴല്ല, ഈ ഹിമന്ത ബിശ്വ ശർമ്മ വരുന്നതിന് മുമ്പ് 25ഓളം MLA-മാര് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങളായി തന്നെയായിരുന്നു MLA-മാര്. അവിടെ ഏതാണ്ട് 6 ജില്ലകള് അവരുടെ ബഹുഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷമുള്ള ജില്ലകളാണ്. അവിടുത്തെ അസമിലുള്ള തദ്ദേശീയരായ മുസ്ലിങ്ങൾ പറയുന്ന കാര്യം എന്താണ്? ഇവന്മാരെ ആദ്യം അടിച്ച് പുറത്താക്കും, അല്ലാതെ ഈ മുസ്ലിങ്ങളെല്ലാം ഇവിടെ നിർത്താനല്ല അവർ പറയുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്നവർ ആദ്യം പുറത്താക്കും, ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് അവന്മാരെടുത്തോണ്ട് പോകുന്നതെന്നാണ്. അപ്പോ ആ രീതിയിലേക്ക് ആ സംസ്ഥാനം മാറി. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഈ ചില കർശന നിയമങ്ങളൊക്കെ ഹിമന്ത ബിശ്വ ശർമ്മ കൊണ്ടുവരാറുണ്ട്. അനധികൃത മദ്രസകൾ ഇടിച്ചു നിരത്തും, ഒപ്പം തന്നെ വിവാഹത്തിന്റെ പ്രായപരിധി കർശനമാക്കുക. ഇതിനൊക്കെ അവിടുത്തെ മുസ്ലിം സംഘടനകൾ 2 കൈയും കൊണ്ടാണ് സ്വീകരിക്കുന്നത്. അവരാണ് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്തുണച്ച് പബ്ലിക്കായിട്ട് ഇറങ്ങുന്നത്. അവർ പറയുന്നത് കറക്റ്റാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ബംഗ്ലാദേശികൾ അവിടെ കുടിയേറി വന്ന് കാണിക്കുന്ന ഇതാണ്. ഒടുവിൽ സഹികെട്ടിട്ടാണ് അവരുടെ പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത്. ഇവന്മാരെ അടിച്ചിറക്കേണ്ടി വന്നത്. അവിടുത്തെ കച്ചവടക്കാർ ഭൂരിപക്ഷം ഇവരായിരുന്നു, അടിച്ചിറക്കേണ്ടി വന്നു. സമാനമായ സംഭവമാണ് ഈ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച ആ ഒരു ഗ്രൂമിങ്ങിന്റെയും ടാക്സി ഗ്രൂപ്പിന്റെയും കഥ. അതിന് സമാനമാണ് ഈ വർഷം ആദ്യം ലിവർപൂളിൽ നടന്ന കഥ. ഇതെല്ലാം സമാനമാണ്. അതായത് ആദ്യം കടന്നു വരിക, ഇരവാദം ഉയർത്തുക, അതിനുശേഷം അക്രമകാരികളാകുക, തിരിച്ചടി കിട്ടുമ്പോൾ വീണ്ടും ഇരവാദം ഉയർത്തുക. ഇതാണ് ഒരു രീതി. ഇതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ ലോകത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്രമത്തെ അക്രമം തന്നെയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. കാരണം ഒരിക്കലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനിലൊന്നും ഒരിക്കലും ഒരു അതിതീവ്ര ദേശീയതയുള്ള പ്രസ്ഥാനം അല്ലെങ്കിൽ അതിതീവ്ര വലതുപക്ഷ പ്രസ്ഥാനം വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഒരാൾക്കും ചിന്തിക്കില്ലായിരുന്നു. ലേബർ പാർട്ടി കാണുമ്പോൾ ഇവിടെയുള്ള സഖാക്കളെ മുഷ്ടി ചുരുട്ടി ആവേശം കൊള്ളുമായിരുന്നു. ഇല്ലെങ്കിൽ അവരുടെ കാര്യം മതമില്ലാത്തവരുടെ രാജ്യം എന്ന് പറയുക ശരിയാണ്. ബ്രിട്ടനിൽ 37% പേർക്ക് മതമില്ലെന്നാണ് പറയുന്നത്. ആ മതമില്ലാത്തവന് വേറൊരു കാര്യമുണ്ട്, ദേശീയത എന്ന് പറയുന്ന കാര്യം. അവന്റെ പിന്തുണയിലാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ആയാലും പിന്നീട് വന്ന പ്രോഗ്രസീവ് പാർട്ടി ആയാലും ഒക്കെ നിലനിൽക്കുന്നത്, മുൻപോട്ട് പോകുന്നത്. അതായത് അധികം വൈകാതെ ബ്രിട്ടൻ കാത്തിരിക്കുന്നത് വലിയൊരു രക്തരൂഷിതമായ ഒരു കലാപത്തിലേക്കാണ് ബ്രിട്ടൻ നീങ്ങുന്നത്. കാരണം ഇപ്പോൾ അമേരിക്കയില് ട്രംപ് അധികാരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. സമാനമായ രീതിയിൽ ബ്രിട്ടനിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കൺസർവേറ്റീവുകളും ഒപ്പം തന്നെ പ്രോഗ്രസീവ് പാർട്ടിയും അടക്കമുള്ളവർ തെരുവിലിറങ്ങും. മറ്റൊന്ന് ജർമ്മനിയിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. ഒരുപക്ഷെ ഈ തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് മുൻതൂക്കം കിട്ടിയേക്കാം. ഇല്ല എങ്കിൽ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ സജീവമായിട്ട് തന്നെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും. അത് രക്തരൂഷിതമാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്,
ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ ഇരിക്കുന്ന ഈ ലേബർ പാർട്ടിയിലെ തലപ്പത്ത് തൊട്ട് താഴോട്ടുള്ളവന്മാരുമായിട്ട് കട്ട ഉടക്കുവാണ്. കട്ട ഉടക്കുക മാത്രമല്ല, ഭയങ്കര ശത്രുതയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ തോൽപ്പിക്കാൻ പരസ്യമായിട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയവരാ. അപ്പൊ ആ ഒരു ചുരുക്ക് അദ്ദേഹത്തിനും ഉണ്ട്. അദ്ദേഹം കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന കൺസർവേറ്റീവുകളും പ്രോഗ്രസീവ് പാർട്ടിയും ഒക്കെ കൂടെ അവിടെ ശക്തമായ ഒരു പ്രതിഷേധം തീർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അത് അടികൊണ്ട് ഓടാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഈ കുടിയേറി അക്രമം കാണിക്കുന്നവരെല്ലാവരും തന്നെ. എന്തായാലും ബ്രിട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലല്ല, ദേശീയ മാധ്യമങ്ങളിൽ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ വാളെടുത്തവൻ വാളാൽ എന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടനിൽ ഇപ്പൊ പാകിസ്ഥാൻകാരുടെ കുടിയേറ്റക്കാരുടെ അതിക്രമമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത് തന്നെ ബ്രിട്ടനാണ്. അപ്പോ പാകിസ്ഥാൻ ബ്രിട്ടൻ അന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള കമന്റുകളും ട്രോളുകളും എല്ലാം വരുന്നത്. എന്തായാലും ബ്രിട്ടന്റെ കാര്യം കഷ്ടമാണ്. ബ്രിട്ടനിൽ കെയർ സ്റ്റാർമറുടെ നില പരിങ്ങലിലാണ്. ഡൊണാൾഡ് ട്രംപ് കൂടെ വന്നു കഴിയുമ്പോൾ ബ്രിട്ടനുമായിട്ട് അത്ര നല്ല ബന്ധമല്ല അമേരിക്കയ്ക്കുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇലോൺ മസ്ക് തന്നെ പരസ്യമായിട്ട് ബ്രിട്ടനെ വിമർശിക്കുന്നു. അതേസമയം ഇറ്റലിയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള മെലോണിയെ വലിയ രീതിയിൽ പുകഴ്ത്തുന്നു. അതായത് തീവ്ര വലതുപക്ഷ പാർട്ടികളെയാണ് ഇവർക്ക് പ്രിയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകം വേറൊരു ആംഗിളിലേക്ക് മാറുകയാണ് ജോ ബൈഡൻ പോയി കഴിഞ്ഞപ്പോൾ. അതായത് ട്രംപ് വരുന്നതോടുകൂടി ട്രംപ്, മോദി, നെതന്യാഹു, വേണമെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ കിം ജോങ്ങിനും ഷീ ജിങ് പിന്നിനെയും പുടിനെയും കൂടെ ചേർത്ത് വെക്കാമെന്നുള്ള രീതിയിൽ അതായത് വലതുപക്ഷ പാർട്ടികളുടെ സർവാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. താങ്ക് യു വിജേട്ടാ. താങ്ക് യു സോ മച്ച്.